ബ്ലസ് കണ്ടലയുടെ അറേഞ്ച്മെൻറ്റ്സ് ഞാൻ മുക്തകണ്ഠം ഇതിൻ്റെ ഭാരവാഹികളെ അനുമോദിക്കുന്നു. വളരെ ചിട്ടയായി ക്രമീകൃതമായി നടക്കുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അല്പസമയം ഈ ദേശത്തോട് സംവദിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് നൽകിയ വളരെ സുപരിചിതമായ ഒരു വേദചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 19-20 വാക്യങ്ങൾ ബൈബിൾ കൊണ്ടുവന്നവരൊക്കെ ഒന്ന് തുറന്ന് ആ ഭാഗമൊന്ന് തുറന്നെടുത്താട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 19-20 വാക്യം. ഞാൻ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 19-20 വാക്യം. മാർത്തയെയും മറിയയെയും സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയയോ വീട്ടിൽ ഇരുന്നു. ഒന്നുകൂടെ വായിക്കുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയോ വീട്ടിൽ ഇരുന്നു. സുപരിചിതമായി ഈ വാക്യത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. എല്ലാ കണ്ണും ദൈവസന്ധ്യ ഒന്നടച്ച്. പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്തിലൂടെ ഈ ദേശത്തോട് സംസാരിക്കേണ്ടതിന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. എല്ലാവരും ആ കണ്ണുകൾ ദൈവസന്നിധി അടച്ച്. സഹോദരങ്ങളെ, നമ്മൾ കേൾക്കാത്ത വേദഭാഗമല്ലിത്. അനേക തവണ നമ്മൾ പ്രസംഗം കേട്ട ഒരു വേദഭാഗമാണിത്. ഇതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ആരും അടങ്ങിയിരിക്കരുത്. ശബ്ദമുയരണം. ഇന്നു രാത്രി ദൈവജനം ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാൽ ഈ ദേശത്ത് അതിനു മുകളിൽ ഉയരാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. ഇന്ന് രാത്രി ദൈവജനം വാ തുറന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാൽ, കമോൺ എല്ലാ ദൈവമക്കളും അല്പനിമിഷങ്ങൾ ഈ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഇതിനകത്ത് വലിയൊരു ദൈവ സാന്നിധ്യം ഈ മൈതാനത്ത് ഊരിപ്പിടിച്ച വാളുകളുമായി ദൂതന്മാർ ഇറങ്ങി നിൽക്കട്ടെ. എത്ര പേരെന്നോട് ചേർന്ന് സ്തോത്രം ചെയ്യും? അഭിഷേകം പ്രാപിച്ച ദൈവജനം എനിക്ക് മുമ്പിലും ദൈവദാസന്മാർ എനിക്ക് പിറകിലും ഉണ്ടെങ്കിൽ വായുകളെ തുറന്ന് അന്യഭാഷകളിൽ കർത്താവിന് സ്തോത്രം ചെയ്തു തുടങ്ങിക്കേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ മീതെ ഇറങ്ങി വരേണ്ടതിന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? വാ തുറന്നു പറ, കർത്താവേ, ഇതിൻ്റെ നിയന്ത്രണം ഞങ്ങൾ ആത്മമണ്ഡലത്തിൽ ഏറ്റെടുക്കുന്നു. ഇന്നു രാത്രി ഈ വേദഭാഗത്തിനകത്ത് ചില പാപികൾ മടങ്ങി വരണം, രോഗികൾ സൗഖ്യമാക്കണം, ഭൂതങ്ങൾ വിട്ട് ഓടണം. എത്ര പേര് സ്തോത്രം ചെയ്യും? മനസ്സു തകർന്ന ചിലതിന് ജീവിതത്തിന്റെ പ്രത്യാശയുടെ നാമ്പുകളായി ഇന്നത്തെ സുവിശേഷ പ്രസംഗം തീരേണ്ടതിന് എല്ലാ ദൈവമക്കളും ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഭക്തിയുള്ള ഒരു കൂട്ടം അവരിലേക്ക് ഓടിക്കയറി വന്നതുപോലെ ദേശത്ത് ഭക്തിയുള്ള ചിലതിനെ ഈ സുവിശേഷത്തിന്റെ ശബ്ദം ഗ്രഹിക്കേണ്ടതിന് കരങ്ങളെ ചേർത്തടിച്ച് അല്പനിമിഷങ്ങൾ. അരിമനാഥനെ, അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഈ ഖണ്ഡല ദേശത്ത് ഈ പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ദൈവദാസന്മാർ, ഞങ്ങൾ ദൈവമക്കൾ, പുകഴ്ച പറയാൻ ഒന്നുമില്ലാത്ത ഒരു കൂട്ടം ദൈവമക്കൾ ഞങ്ങൾക്കുള്ള ശബ്ദമുയർത്തി അവിടുത്തെ നാമത്തെ ഉയർത്തുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കും. വലിയ ദൈവ സാന്നിധ്യത്തിനകത്ത് ഞങ്ങളെ ഇരുത്തും. പ്രാർത്ഥനകളും യാചനകളും കേട്ടതിന് നന്ദി. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ കരമുയർത്തി ആമേൻ പറയുക. യോഹന്നാന്റെ സുവിശേഷം
2024 ആണ്ടിൽ ഒരു പക്ഷേ ഏറ്റവും അധികം വേദികളിലും എനിക്ക് ലഭ്യമായ രാജ്യങ്ങളിലും ഞാൻ പ്രസംഗിച്ചത് യോഹന്നാന്റെ സുവിശേഷമായിരുന്നു. അതിനൊരു വലിയ കാരണമുണ്ട്. എന്നോടൊപ്പം വേദിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ ജോമോൻ കണ്ണൂർ, താന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ CM യുവജന വിഭാഗത്തിൻ്റെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന സമയം താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആനുവൽ യൂത്ത് ക്യാമ്പ് കുട്ടിക്കാനത്ത് നടക്കുന്നു. ഏകദേശം 1600ഓളം യൗവനക്കാർ ആ ക്യാമ്പിൽ രജിസ്റ്റേർഡായ പാർട്ടിസിപ്പൻസ് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. ആ മീറ്റിങ്ങിൽ കാത്തിരിപ്പ് യോഗം ശുശ്രൂഷിക്കാനായി ഞാൻ കടന്നു വരികയാണ്. എൻ്റെ കയ്യിൽ വളരെ സവിസ്തരം പ്രസംഗിക്കേണ്ടതിന് ഒരു പ്രസംഗ വിഷയമുണ്ട്. അവർ ഒരു പ്രസംഗ വിഷയം നൽകിയിട്ടുമുണ്ട്, ഒരു ചിന്താ വിഷയം. അതിൽ നിന്നുകൊണ്ട് എനിക്ക് ലഭ്യമായ അറിവിൽ തയ്യാറാക്കിയൊരു പ്രസംഗവുമായി കാത്തിരിപ്പ് യോഗത്തിന് കടന്നു പോവുകയാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം എബ്രായ ലേഖനത്തിലെ ക്രിസ്തുവാണ്. എബ്രായ ലേഖനത്തിലെ ക്രിസ്തുവിനെ ഓരോ അധ്യായങ്ങളിൽ വരച്ചു കാണിച്ചിരിക്കുന്നത് എന്നാലാവുന്നിടത്തോളം പ്രസംഗിക്കേണ്ടതിന് തയ്യാറായി ഞാൻ അവിടെ നിൽക്കുകയാണ്. പ്രസംഗവേദിയിൽ കയറി ഇതുപോലൊരു പ്രസംഗപീഠം ഞാൻ നോക്കുമ്പോൾ, അല്ലേ, ഇതുപോലൊരു പ്രസംഗപീഠം. ആ പ്രസംഗപീഠത്തിൽ കയറി നിന്ന് പ്രസംഗിക്കാനായി ഞാൻ തുടങ്ങുന്നു. അതിൻ്റെ ഒഫീഷ്യൽസിനെയൊക്കെ ഒന്ന് ഒരു വാക്കിൽ ഗ്രീറ്റ് ചെയ്ത് പ്രസംഗം ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അറിയാതെ എൻ്റെ വായിൽ നിന്ന് ഇപ്രകാരം ഒരു പദം വന്നു. സഹോദരങ്ങളെ, കഴിഞ്ഞ 2-3 ദിവസമായി വിവിധ സെക്ഷനുകളിൽ കടന്നു വന്ന പ്രാസംഗികരെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഓരോ അധ്യായങ്ങളിലും എഴുതിയിരിക്കുന്ന പ്രമേയങ്ങൾ നിങ്ങളോട് പറഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സഹൃദയരെ, എൻ്റെ അവസ്ഥയൊന്ന് ഓർത്തേ. ഓരോ അധ്യായങ്ങളിലും ഉള്ളത് പറയാൻ തയ്യാറാക്കി ഞാൻ നിൽക്കുക. ആമുഖം ഞാൻ പറഞ്ഞു, അതൊന്നും ഇനി എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത ആദ്യമായി അങ്ങനൊരു സാഹചര്യം. പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ വായിൽ ഒരു പദം നൽകി. ആ പദം ആ കൂടിയിരിക്കുന്ന യൗവനക്കാരോട് ഞാൻ കൈമാറിയപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിലൊരു കാഴ്ച കണ്ടു. ഞങ്ങളിരിക്കുന്ന ആ ഓഡിറ്റോറിയത്തിനകത്തേക്ക് വളരെ ശക്തിയായ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത് കാണാനിടയായി. ഒരാമേൻ പറഞ്ഞേ. സംഭവിച്ചതെന്തെന്നറിയാമോ? സംഘാടകരുടെയും പ്രാസംഗികനായ എൻ്റെയും നിയന്ത്രണം കയ്യിന്ന് പോയി. 1600ഓളം കുഞ്ഞുങ്ങളുടെ മേൽ ആത്മാവിൻ്റെ പകർച്ചയുണ്ടാകാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ, കുഞ്ഞുങ്ങൾ ഒരു ഭാഗത്തുനിന്ന് അഭിഷേകം പ്രാപിക്കാൻ തുടങ്ങി. എനിക്ക് സംഖ്യ കൃത്യമാണോന്ന് അറിയില്ല. സംഘാടകർ എന്നെ അറിയിച്ചത് 400ഓളം കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചു. 230ഓളം കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം. സമയത്തിൻ്റെ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയി. എനിക്കന്ന് രാത്രി തന്നെ കൊച്ചിയിലെത്തി മടങ്ങി ഷാർജയിലേക്ക് പോകണം. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും പുറകിൽ, ആ ക്യാമറമാൻ നിൽക്കുന്ന ആ ഭാഗത്തിന് പുറകിൽ ഒരു സഹോദരൻ, എന്നേക്കാൾ നീളവും എന്നേക്കാൾ വണ്ണവുമുള്ളൊരു സഹോദരൻ കരമിങ്ങനെ കെട്ടി ഒരു വികാരവും ഇല്ലാതെ ആ വേദി നിൽക്കുന്നു. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് പരിചയമില്ലേ? ആരെല്ലാം ആരാധിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നിങ്ങളെ നല്ലപോലെ പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഞാൻ ഓർത്ത്, കർത്താവ്, ഇവൻ ഏതാ ഇങ്ങനൊക്കെ നിൽക്കാൻ പറ്റുമോ? പെട്ടെന്ന് പരിശുദ്ധാത്മാവോട് പറഞ്ഞു, നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ പറഞ്ഞു. അതുവരെ ഞാൻ സ്റ്റേജിൽ നിൽക്കുക. എനിക്ക് അവനോടൊരു ദൂത് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേഗത്തിൽ ഇറങ്ങി. എൻ്റെ കൂടെ ജോമോൻ പാസ്റ്ററുണ്ട്. ഇവർ 5-6 പേരിങ്ങനെ അങ്ങ് നടന്നു പോകാനുള്ള സ്ഥലമൊക്കെ ഒരുക്കി തന്ന് ഞാനിങ്ങനെ നടന്ന് ഏറ്റവും പുറകിൽ ചെന്നു. പരിശുദ്ധാത്മാവോട് പറഞ്ഞു, അവൻ്റെ തോളിലോട്ട് കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ ചെവി പറ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. രാമൻ പറഞ്ഞേ. സത്യം പറയാമല്ലോ, എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളി പോയിട്ടില്ല. അപ്പോഴാ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സംഭവം നടന്നിട്ട് ഇവന് സ്വത്രം പോലും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പം അവൻ്റെ ചെവി പോയി യേശു സ്നേഹിക്കുന്നു പറഞ്ഞാൽ സ്വത്രം പറയൂ. ഞാൻ പറഞ്ഞു, കർത്താവേ,
അവൻ്റെ പേരോ അവൻ്റെ വീട്ടുപേരോ നാടോ അവൻ്റെ സാഹചര്യങ്ങളോ വല്ലതും പറ. യേശു പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, അവൻ്റെ ചെവി പറ, ഞാൻ അവനെ സ്നേഹിക്കുന്നെന്ന്. ഓ ജീസസ്. ജോൺ പാസ്റ്റർക്ക് ഓർമ്മയുണ്ടോ ആ വിഷയം? ഞാൻ മനസ്സില്ലാ മനസ്സോടാണെങ്കിലും അവനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ ചെവി പറഞ്ഞു, സഹോദര, നീ ആരെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ലഭിച്ചൊരു സന്ദേശം നിന്നോട് പറയാം. എന്നേക്കാൾ അധികം യേശു നിന്നെ സ്നേഹിക്കുന്നു. ഓ രാമേൻ പറയണേ, രാമേൻ സ്തോത്രം. ഇത് പറയുമ്പോൾ തന്നെ ഈ ഗ്രൗണ്ടിനകത്തൊരു ദൈവസാന്നിധ്യം ചലിക്കട്ടെ. ഇത് പറഞ്ഞ ഉടനെ ഒരലറലോട് ഇവനൊരു ചാട്ടവാ. അന്നെനിക്ക് മനസ്സിലായി, സമൂഹത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന സന്ദേശമാണ് യേശുവിൻ്റെ സ്നേഹം. ഇന്ന് രാത്രി അത് മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ, അടങ്ങിയിരിക്കാതെ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരുമില്ലെന്ന് തോന്നലുള്ള ചിലതിനോട് ഈ ശബ്ദസീമയ്ക്കകത്ത് നീ എവിടെ ഇരുന്നു കേട്ടാലും നിനക്കാരുമില്ലെന്നുള്ള ചോദ്യത്തിനകത്ത് ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ ഒരു പദമുണ്ട്. യേശു നിന്നെ സ്നേഹിക്കുന്നു. കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ജനസഞ്ചയത്തിന്റെ നടുവിൽ ഹൃദയത്തിന്റെ വേദനകളെ ഒപ്പിയെടുക്കുന്ന യേശുവിന്റെ സ്നേഹം ആരാധിക്കുന്നവരെ ഞാൻ കാണുന്നു കേട്ടോ. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ സ്നേഹം ഇതിനകത്ത് ആരുടെ മേലൊക്കെയോ ചലിക്കുന്നുണ്ട്. ചില ഹൃദയങ്ങളെ ആത്മാവ് സ്പർശിക്കുന്നുണ്ട്. ഈ ഖണ്ഡല എന്ന ഈ ദേശത്ത് യേശുവിന്റെ സ്നേഹം അങ്ങകലെ ഞങ്ങളുടെ ശബ്ദസീമയ്ക്കകത്ത് നിങ്ങൾ എവിടെ ഇരുന്നു കേട്ടാലും, വീടുകളിലാകാം, കടകളിലാകാം, ഒരുപക്ഷെ വാഹനങ്ങളിലാകാം, പരിശുദ്ധാത്മാവ് പറയുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. യോഹന്നാന്റെ സുവിശേഷം തിരിച്ചും മറിച്ചും എങ്ങനൊക്കെ വായിച്ചാലും കാണുന്നത് മുഴുവൻ യേശുവിന്റെ സ്നേഹമാണ്. ഒന്ന് രണ്ട് പദങ്ങൾ ഞാൻ പറഞ്ഞു വരാം. ബൈബിളിനെ കുറിച്ച് ആമുഖത്തിന്റെ ആവശ്യമില്ല, എങ്കിലിതൊരു സുവിശേഷ യോഗം കൂടെ ആണല്ലോ. ഒരുപക്ഷെ ആദ്യമായി വചന സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഈ തെരുവുകളിലുണ്ടെങ്കിൽ അവർ കൂടെ അറിയാൻ വേണ്ടി രണ്ട് നിയമങ്ങളിലായി, പഴയതും പുതിയതുമെന്ന രണ്ട് നിയമങ്ങളിലായി ലിഖിതമായ 66 പുസ്തകങ്ങളെ വ്യവസ്ഥാപിതമായി ക്രോഡീകരിക്കപ്പെട്ട മഹനീയമായ ഗ്രന്ഥമാണ് ബൈബിൾ. ഹലോ, ലോകത്തിൽ ഇത്രയധികം ഭാഷകളിൽ അച്ചടിക്കപ്പെട്ട മറ്റൊരു പുസ്തകം ഇല്ല. അടുത്തൊരു പദം കൂടെ പറയുമ്പോൾ ഒരുമിച്ച് സ്തോത്രം പറയണം. ഇത്രയും അധികം ഭീഷണികളെ അതിജീവിച്ച മറ്റൊരു പുസ്തകമില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആമേൻ. ഇത്രയധികം കോപ്പികൾ അച്ചടിച്ചിട്ടും എഴുതിയ ഒരു നിലപാട് പോലും തിരുത്തേണ്ടി വരാത്ത ഒരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന സത്യവേദ പുസ്തകമാണ്. നയം തിരുത്തുമ്പോൾ പലർക്കും പലതും മാറ്റി പറയേണ്ടതുണ്ട്, അല്ലേ? മാറ്റി പറഞ്ഞതിന് വിശദീകരണ യോഗങ്ങൾ തെരുവായി ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഇന്നു വരെ നയം തിരുത്തിയതിന്റെ വിശദീകരണ യോഗം നടക്കാത്ത, ഓ ജീസസ്, തലമുറകൾ കൈമാറിയിട്ടും പറഞ്ഞു തീരാനോ പ്രസംഗിച്ചു തീരാനോ കഴിയാത്ത ഒരമൂല്യ ഗ്രന്ഥം ഉണ്ടെങ്കിൽ മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചത് ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തെ കുറിച്ച് ഒരു വാക്കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 27 പുസ്തകങ്ങൾ അടുക്കി വെച്ചേക്കുന്ന പുതിയ നിയമം, അതിൽ 8 എഴുത്തുകാർ, അതിൽ ഏറ്റവും അധികം എഴുതിയത് ത്യാഗവര്യനായ പൗലോസ്ലീഹയാണ്. ആരാ? പൗലോസ്ലീഹ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പൗലോസിനെ കുറിച്ച് പറഞ്ഞിട്ട് മുമ്പോട്ട് വരാം. അത് ഇതിനകത്തു കൂടിയിരിക്കുന്ന ദൈവമക്കളോട് മാത്രമല്ല, നിങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ഈ സമൂഹത്തോടും നമുക്ക് സംവദിക്കാനുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9
അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ മൈക്കിൽ കൂടെ വായിക്കാൻ ഓപ്ഷൻ ഉണ്ടോ? ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. പൗലോസിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു പദമാ. അവന്റെ ആദ്യത്തെ പേര് ശൗൽ. ഒരു പ്രത്യേക അധികാരപത്രം പുള്ളി വാങ്ങി. എന്നിട്ട് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് നേരെ ഭീഷണി. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ശിഷ്യന്മാർക്ക് നേരെ ഭീഷണി. 2, ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീയെ കണ്ടാൽ ദമസ്കോസിൽ നിന്ന് പിടിച്ചു കെട്ടി കൊണ്ടുപോയിടാൻ വലിച്ചഴച്ചോണ്ട് കൊണ്ടുപോകാനുള്ള അധികാരപത്രമുള്ളവൻ ആയിരുന്നു പൗലോസ്. അവനെ കൊണ്ട ഏറ്റവും അധികം ഇതിനകത്ത് സ്വർഗം എഴുതിപ്പിച്ച്. എൻ്റെ കൂടെ ഉണ്ടോ? എന്നെ കേൾക്കുന്ന നല്ലവരായ സ്നേഹിതരമരെ, ഒരു പക്ഷേ ആദ്യമായി ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന സഹോദരങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും കാണാം. നിങ്ങളോട് ഈ കൂടിയിരിക്കുന്ന ജനസഞ്ചയങ്ങളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് സന്തോഷത്തോടൊരു വാക്ക് പറയാം. സഹോദര, ക്രിസ്തു ശിഷ്യനാണെന്നുള്ള ഒറ്റ പേരിൽ ഞങ്ങൾക്ക് നേരെ നീ ഭീഷണി ഉയർത്തുമ്പോൾ ഞങ്ങൾക്കൊരൽപ്പം പോലും ഭയം തോന്നാത്തതിന്റെ കാരണം, ചീത്ത മുഖത്ത് നോക്കി വിളിക്കുമ്പോ നിന്നെ നോക്കി ചിരിക്കാൻ കാരണം, നിന്റെ മുഖത്ത് ഞങ്ങൾ ഒരു പൗലോസിനെ കാണുന്നത് കൊണ്ടാ. എൻ്റെ കൂടെ ഉണ്ടേ ഒരു ആമേൻ പറയണേ. പ്രൈസ് ദി ലോർഡ്. വല്ല പുരുഷന്മാരെയോ സ്ത്രീയോ കിട്ടിയാൽ പിടിച്ചു കെട്ടി വലിച്ചഴച്ചോണ്ട് പോകാൻ, അധികാരപത്രം പാസാക്കാനല്ലേ നിൽക്കുന്നേ? ആക്കിക്കോ, ഞങ്ങൾക്ക് പ്രയാസമില്ല. കാരണം അങ്ങനെയുള്ള ചിലതിനെ പൊക്കിയെടുത്ത് പാസ്റ്ററാക്കുന്ന ഒരു സുവിശേഷമാണ് ഇന്നു രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കുന്നവർ ആ കരമടിച്ച് ജനം അറിയ പറ. ശിഷ്യന്മാരെ എതിരെ ഭീഷണിപ്പെടുത്താൻ വായ്കൾ തുറന്നാൽ ഞങ്ങൾ പിക്കറ്റിംഗ് നടത്തില്ല, ഞങ്ങൾ ഹർത്താൽ വിളിക്കില്ല, ഞങ്ങൾ ബന്ധുവെക്കില്ല, ഞങ്ങൾ ജനപ്രതിനിധികളെ ബന്ധോസ്തയാക്കില്ല. പകരം ഞങ്ങളുടെ ഒരു അധികാരമുണ്ട്. അത് മുട്ടുമേലിരുന്ന് കരയുന്ന അനനിയാസിന്റെ മേൽ പകർന്ന അസാധാരണമായ അഭിഷേകമാണ്. എന്നോട് ചേർന്ന് എത്ര പേരുണ്ട് ഇന്നു രാത്രി കണ്ടല ദേശത്തെ നോക്കി ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, സുവിശേഷ വിരോധികളെ, നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിങ്ങളെയും സഹോദരന്മാരായി കാണുന്നു. ഓ ജീസസ്. ക്രിസ്തുവിന്റെ രക്തം സിരകളിൽ ഓടുന്നവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഒരാമേൻ പറയണേ. പ്രൈസ് ദി ലോർഡ്. ആ പൗലോസാ ഏറ്റവും അധികം എഴുതിയേ. ഞാനിത് പറയുമ്പോഴേ പ്രവചനാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം. ഒരു പക്ഷെ ഏകരായി വിശ്വാസത്തെ ഇറങ്ങിയവർ കാണാം. ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ പരിഹാസം അനുഭവിച്ചവർ കാണാം. സഹോദരങ്ങളെ, ഞാൻ ഈ മാർഗത്തിൽ 3-ാം തലമുറയാ. ക്രൈസ്തവ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഈ പറയപ്പെട്ട പരിഹാസം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ മാതാപിതാക്കളും ഒക്കെ അനുഭവിച്ച് കാണാം. പക്ഷെ ഇന്ന് ഇത് പ്രസംഗിക്കുമ്പോൾ പലയിടത്തും പരിഹാസം ഏൽക്കാറുണ്ട്. എല്ലാ സമയങ്ങളും ലഭിക്കുന്നിടത്തോളം ഭാരതത്തിലും കേരളത്തിലൊക്കെ വന്ന് പരസ്യം നടത്തുന്നവരാണ് ഞങ്ങൾ സ്നേഹിതർ. പക്ഷെ ഇന്ന് രാത്രി സന്തോഷത്തോടൊരു പദം പറയട്ടെ. ഏകരായി വിശ്വാസത്തെ ഇറങ്ങിയതിൻ്റെ പേരിൽ, നീ എടുത്ത ക്രൈസ്തവ നിലപാടിൻ്റെ പേരിൽ എവിടെങ്കിലുമൊക്കെ പരിഹാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇന്നു രാത്രി നിങ്ങളൊരു ദൂത് പറയാം. നീ ഏകനായി നിൽക്കുമ്പോഴും നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം ചേരുന്ന അസാധാരണമായ ഒരു റിവൈവലിനെ, ഒരു ഉണർവിനെ
ഈ ദേശത്ത് കാണാൻ. ഓ ജീസസ്, യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് ദേശത്തിൽ സ്തോത്രം ചെയ്തോണേ. ഈ ദേശത്തെ ആത്മാവ് ക്രിസ്തുവിന് വേണ്ടി നേടും. ഈ ദേശത്ത് ഒരിടത്തും കാണാത്ത ചില അസാധാരണ റിവൈവലുകൾ ഈ ദേശത്ത് കാണും. ഈ കണ്ടല ഫെസ്റ്റ് ഇങ്ങനെ നടത്തുന്നത്, ബ്ലസ് കണ്ടല നടത്തുന്നത് വെറുതെയാകില്ല. ജനങ്ങൾ ആത്മമണ്ഡലത്തിലേക്ക് കയറുന്ന, യേശുവിൻ്റെ സ്നേഹത്തിൽ പിടിക്കപ്പെടുന്ന നാളുകൾ മുമ്പിലുണ്ട്. ആ നല്ല നാളെ നോക്കി എൻ്റെ അധ്വാനങ്ങളൊന്നും ക്രിസ്തുവിൽ വൃഥാവല്ലെന്ന് ഉറപ്പുള്ളവർ ആ കരമുയർത്തി, ശബ്ദമുയർത്തി പറ, എൻ്റെ ദൈവം ഈ ദേശത്തെ കടാക്ഷിക്കും. ആമേൻ. 4 വ്യക്തികൾ എഴുതിയ സുവിശേഷ ഭാഗം നമുക്ക് ലഭ്യമാണ്. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് അധികം വിശദീകരണം നൽകില്ല. കാരണം ഞാൻ ഏറ്റവും അധികം വിശദീകരണം നൽകിയത് യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ നാളുകളിൽ. ഇത് ലൈവായി പലയിടങ്ങളിൽ ചെല്ലുന്നത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ പ്രസംഗങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് അതൊരു റെപ്പറ്റീഷൻ തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ട് അധികം പറയുന്നില്ല. ഒരു വാക്ക് ഞാനൊന്ന് പറയാം. എഴുതപ്പെട്ട കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസാണ്. AD 66 താൻ എഴുതി ആരംഭിച്ചു. അതിനുശേഷം മത്തായിയും, അതിനുശേഷം വൈദ്യനായ ലൂക്കോസും, ഏറ്റവും അവസാനം AD 90 യോഹന്നാനും സുവിശേഷങ്ങൾ എഴുതി തീർത്തു. ശ്രദ്ധിക്കണേ, ക്രിസ്തുവിൻ്റെ മാറോട് ചാരിയിരുന്നവനല്ലേ യോഹന്നാൻ? ആണോ? ക്രിസ്തുവിൻ്റെ ഹാർട്ട് ബീറ്റ് എടുത്തവനല്ലേ ചെവി കൊണ്ട് യോഹന്നാൻ? നമ്മളായിരുന്നെങ്കിൽ ആദ്യം എഴുതാൻ ആർക്ക് അവസരം കൊടുത്തേനെ? യോഹന്നാന് കൊടുത്തേനെ, ഇല്ലേ? കാരണം ഈ 4 പേരിൽ എന്തുകൊണ്ടും അധികം മാനിക്കപ്പെടേണ്ടവൻ ആരാ? യോഹന്നാനല്ലേ? എന്നാൽ ആദ്യം എഴുതി തുടങ്ങിയത് മർക്കോസാ. ശേഷം ആ മത്തായി എഴുതപ്പെട്ട കാലഘട്ടം അനുസരിച്ച് മർക്കോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുവിൻ്റെ ഡയറക്റ്റ് ശിഷ്യൻ അല്ല ജോൺ മർക്കോസ്. പത്രോസിന്റെ സന്തത സഹചാരിയായിരുന്നു മർക്കോസ്. ഒരു പദം ഞാൻ പറയാം, ചങ്കോട് ചാരിയിരുന്നവനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മനുഷ്യന്റെ പരിഗണനാ ലിസ്റ്റിലില്ലാത്ത ഒരു മർക്കോസിനോട് പറഞ്ഞു എഴുതി തുടങ്ങിക്കോളാൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത മാനുഷിക പരിഗണനകൾക്കപ്പുറത്ത് ചലിക്കുന്ന ദൈവിക തെരഞ്ഞെടുപ്പുകളുണ്ട്. ഓ ജീസസ്. ഇന്ന് രാത്രി ആ പദം ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിക്കാം. മാനുഷിക പരിഗണനകൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവീക തിരഞ്ഞെടുപ്പുകളുണ്ട്. മനുഷ്യന്റെ ലിസ്റ്റിൽ കാണാത്ത ചിലതിനെ സ്വർഗത്തിന്റെ കണ്ണ് കാണുന്നു. ഓ ജീസസ്, യേശുവിൻ നാമത്തിൽ. മനുഷ്യന്റെ കണ്ണിന് നീ താഴെക്കിടയിലേക്ക് മാറിക്കിടക്കേണ്ടവനാണെന്ന് തോന്നിയാലും പുസ്തകം പറയുന്നു നിന്റെ മേൽ വീടുന്ന ചില തിരഞ്ഞെടുപ്പുകളുണ്ട്. ഇന്ന് രാത്രി അങ്ങനെയുണ്ടോ? പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തെ ചേർത്ത് നിർത്തിയതല്ലേ ക്രിസ്തുവിന്റെ സ്നേഹം? ഇന്ന് രാത്രി തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുമോ? എവിടൊക്കെയോ പലരുടെയും ലിസ്റ്റിൽ ആദ്യ പേരുകൾ അല്ലാതിരുന്നവരാണ് നാം ഒക്കെ. പലരുടെയും ലിസ്റ്റുകൾക്കകത്ത് പരിഗണന ലഭിക്കാത്തവരായിരുന്നു നമ്മൾ. എന്തിന്? കുടുംബത്തിൻ്റെ അകത്ത് പോലും വേണ്ടപ്പെട്ട പരിഗണന ലഭിക്കാത്ത പലരും ഇന്നു രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? നിങ്ങളോട് ആത്മമണ്ഡലത്തിലൊരു ദൂത് ഞാൻ കൈമാറുന്നു. മനുഷ്യന്റെ പരിഗണനകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ ഇറങ്ങി വരുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. അതിന്നു രാത്രി ഇവിടെയും ചലിക്കുന്നുണ്ട്. ഇന്നു രാത്രി അത് ഇവിടെയും ചലിക്കുന്നുണ്ട്. ആരാധിക്കുന്ന ജനത്തിനു വേണ്ടി, ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, എന്റെ പിറകിൽ അണിനിക്കുന്ന ദൈവദാസന്മാർക്കു വേണ്ടി ഇന്നു രാത്രി ആത്മാവ് ഇടപെടുന്നു. ആ തിരഞ്ഞെടുപ്പ് ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരമടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവൻ അവഗണിക്കപ്പെട്ടവനു വേണ്ടി ഇറങ്ങി വരുന്ന ദൈവിക തിരഞ്ഞെടുപ്പുകൾ ഇന്നു രാത്രി ഈ വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ എനിക്ക് വേണ്ടി ചലിക്കണമെന്ന് ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ പല മേഖലകളിലും മാറ്റി നിർത്തപ്പെട്ട ഒരു ചരിത്രം എൻ്റെ പിറകിലുണ്ട്. എൻ്റെ പിതാവും മാതാവും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ഞാൻ ഒരു പാസ്റ്ററുടെ മകനാണ്.
ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കപ്പെട്ട നാളുകളൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. പല മേഖലകളിലും പല നിലവാരങ്ങളോടും ചേർന്ന് നിൽക്കാൻ കഴിയാത്തതിൻ്റെ അവഗണനകൾ അനുഭവിച്ച കാലഘട്ടം എൻ്റെ പുറകിലുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ ഔദാര്യങ്ങൾക്കല്ല, ഹലോ, മനുഷ്യൻ്റെ പരിഗണനകൾക്കല്ല, അതിൻ്റെ മീതെ ഇറങ്ങി വന്ന, ഓ ജീസസ്, അതിൻ്റെ മീതെ ഇറങ്ങി വന്ന ദൈവിക തിരഞ്ഞെടുപ്പുകളുണ്ട്. ദൈവിക തിരഞ്ഞെടുപ്പ്. ഒരു ഭാഗം ഞാൻ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്ന് പറയട്ടെ. ഏലിയാവിനോട് സ്വർഗം പറഞ്ഞു, എലീശയെയും യേഹുവിനെയും തിരഞ്ഞെടുക്കണം. 3 പേരെ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്, അഭിഷേകം ചെയ്യാൻ. ഹസായേലിനെ, യേഹുവിനെ, എലീശയെ. പക്ഷെ ഏലിയാവ് ഒരു പ്രവാചകനായിരുന്നത് കൊണ്ടാകണം യേഹുവിനെ തിരഞ്ഞെടുത്തില്ല, പകരം എലീശയെ തിരഞ്ഞെടുത്തു. കാരണം അവൻ്റെ പരിഗണന ആരായിരുന്നു? എലീശ. പക്ഷെ സ്വർഗം എന്ത് ചെയ്യുന്നറിയാമോ? എലീശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? യേഹുവിനെ. എലീശ എന്ത് ചെയ്യുന്നറിയാമോ? അസിസ്റ്റന്റ് മാസ്റ്ററെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, നീ പോയി എന്ത് ചെയ്യ. പക്ഷേ എലീശയെ പറഞ്ഞു വിട്ട ബാല്യക്കാരൻ ഒരു പദം കൂടെ പറഞ്ഞു വിട്ടു. നീ ചെല്ലുമ്പോൾ അവൻ ഇരിക്കുന്ന കാണും, അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് അവനോട് പറയേണ്ട പദം, നായക പുറത്തു വരിക. എൻ്റെ കൂടെ വരണേ. ട്രെയിനി പുറത്തു വരാനല്ല പറഞ്ഞേ, നായക. നായക എന്ന് പറഞ്ഞാൽ, ഏലിയാവേ, നിന്നോട് ദൈവം ഇടപെട്ടപ്പോൾ തന്നെ അവനെ നായകനാക്കി അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടോ? മാനുഷിക പരിഗണനകൾക്കു മീതെ ചലിക്കുന്ന ദൈവിക കരങ്ങളുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറയുടെ മേൽ ഈ സെലക്ഷൻ വീഴും. മാനുഷിക പരിഗണനകൾക്കു മീതെ പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറകൾ ഓടിക്കയറാൻ ഈ ദിവസം, ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ തലമുറകളുടെയും മീതെ ദൈവത്തിൻ്റെ സെലക്ഷൻ വീഴണമേ എന്ന് ഇന്നു രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണോ ഈ ആരാധിക്കുന്നേ? അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, എൻ്റെ ആഹ്വാനം കൂടാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നു രാത്രി പരിശുദ്ധാത്മാവിന് ഇടപെടാനുള്ളത്, നിന്റെ മേൽ ആ തിരഞ്ഞെടുപ്പ് വീഴും. നിന്റെ മേൽ ആ തിരഞ്ഞെടുപ്പ് വീഴും. എൻ്റെ വാക്കുകളാകരുത് നിങ്ങളെ ആരാധനയെ നിയന്ത്രിക്കുന്നത്. പകരം ആത്മാവിനോട് സ്നേഹമുള്ളവർ ഇന്നു രാത്രി വിശ്വാസ കണ്ണാൽ അവഗണനകൾക്കു മീതെ ഇറങ്ങി നിൽക്കുന്ന ദൈവീക തിരഞ്ഞെടുപ്പുകളെ കാണുക, തല ഉയർത്തി നോക്കുക. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം വിട്ടാൽ യോഹന്നാനെ തഴഞ്ഞോ എന്നൊരു ചിന്ത വരും. ഒരു പദം പറയാം, ഇല്ല, 4-മനായിട്ടാ എഴുതിയതെങ്കിലും യോഹന്നാനെ മറ്റാർക്കും കൊടുക്കാത്തതൊക്കെ നിനക്കാ തന്നേക്കുന്നേ. എന്തിന്? യേശുവിന്റെ പ്രഥമ അത്ഭുതം, ഉദ്ഘാടനം പോലും മറ്റു 3 പേർക്കും നൽകാതെ സ്വർഗം നൽകിയേക്കണ നിനക്കല്ലേ? പോരാ, സുവിശേഷം എഴുതി അവസാനിപ്പിച്ച നീയല്ലേ? സ്വർഗം പറഞ്ഞു, വിടാ, ഒരേ ഒരു അപ്പോക്കാലിപ്റ്റസ്, ഒരേ ഒരു പ്രവാചക പുസ്തകം, അത് നീ എഴുതി അവസാനിപ്പിച്ചോളാൻ പറഞ്ഞു. ഒരു പദം ഞാൻ പറയാം, ലേറ്റ് ആയാലും പരാതികളില്ലാതെ ദൈവസന്നിധി നിന്ന് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്താൽ ആത്മാവ് ഇടപെടുന്നു, നിന്നെ മാന്യമായി പരിഗണിക്കുന്ന. കമോൺ 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 റഥ ലഗാധിനി ഹർത്തന വൈഡൽ ഖമനഗടഗസിയ. അഭിഷിക്തന്മാരെ, നിങ്ങളോട് ആത്മാവിൽ ഞാൻ ആ ദൂത് കൈമാറുകയാണ്. ആമേൻ. ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായി നിൽക്കാൻ ഇന്നു രാത്രി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുന്നവർ ആ കരം ഉയർത്തി വരാമേ പറഞ്ഞു. യോഹന്നാൻ 11 നമ്മൾ ശ്രദ്ധ കൊണ്ടിരിക്കുക. ഈ വായിച്ച വേദഭാഗത്ത് ഇത് നടക്കുന്ന സ്ഥലം ബഥാന്യ എന്ന് പറഞ്ഞേ, ബഥാന്യ. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന വീട് മറിയയുടെയും മാർത്തയുടെയും വീട്. മറിയയുടെയും മാർത്തയുടെയും വീട് എന്ന് പറയുമ്പോൾ 1-ാം വാക്യത്തിൽ മറിയെക്കുറിച്ചൊരു വേദഭാഗം പ്രത്യേകം എടുത്തു പറഞ്ഞു.
എന്താ പറഞ്ഞെന്നറിയാമോ? 11:2 ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് തുവർത്തിയത്. ഒരു പദം ഞാൻ പറഞ്ഞോട്ടെ, നീ ചെയ്തതൊന്നും മറക്കാത്ത ഒരു ദൈവത്തെയാ. ഒരങ്ങേയറ്റം വരെ ചെയ്തതൊന്നും മറക്കുന്നവരാച്ചാ നമുക്ക് ചുറ്റും അല്ലേ? ഇന്ന് ഞങ്ങൾ അല്പസമയം ഒരു വീട്ടിലിങ്ങനെ വിശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളിൽ ആരാ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇന്നയാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ കേൾക്കുന്ന ദേവദാസൻ പറഞ്ഞു, ഇല്ല എന്നെക്കുറിച്ച് ഒരിക്കലും അവനങ്ങനെ ആരാ പറഞ്ഞത്? നമ്മൾ ദോമോച്ചാനാ പറഞ്ഞേ. അങ്ങനെ ഒരിക്കലും എന്നെക്കുറിച്ച് ആ വ്യക്തി എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. പുള്ളി പറഞ്ഞു, അല്ല നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയാൻ ഞാൻ അവന് ഗുണമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ പറയാൻ ഞാൻ അവന്, അപ്പം ഗുണം ചെയ്യുന്നവരാ ആദ്യം പണിയുന്നേ. അനുഭവിച്ചൊരു കൈ ഉയർത്താൻ ഞാൻ പറയുന്നില്ല, കാരണം സ്തോത്രം പറഞ്ഞപ്പോൾ ഉയർന്നതിനേക്കാൾ കൈ ഇതിനുയരുമെന്ന് എനിക്കറിയാം. അല്ലേ അല്ലേ? നീ ആർക്കൊക്കെയാണോ സഹായം ചെയ്യുന്നേ അവിടെ നിന്നല്ലേ ഏറ്റവും അധികം പണി കിട്ടുന്നേ. അങ്ങനെ അനുഭവിച്ചവരുണ്ടോ ഇതിനകത്ത്? പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, നീ ചെയ്തതൊന്നും സ്വർഗം മറക്കത്തില്ല. ഓ ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. എനിക്കറിയത്തില്ല ഞാൻ ഈ വേദഭാഗത്തോട് എങ്ങനെ നീതി പുലർത്തുവന്ന്. എന്നാലും ഒരു പദം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബെസലേൽ എന്നൊരു വ്യക്തിയെക്കുറിച്ച് പുസ്തകം പറയുന്നു. അതിങ്ങനെ, ഹൂരിന്റെ മകനായ ഊരിയുടെ മകനായ ബെസലേൽ എന്ന് പറഞ്ഞേ. ഹൂരിന്റെ മകനായ ഊരിയുടെ മകനായ ഈ ബെസലേലിന്റെ പ്രത്യേകത, ഒരു കാർപ്പന്റർ, ആശാരി, തടിപ്പണിയിൽ വിദഗ്ധനായിരിക്കും. പക്ഷേ കൊയ്ത്തുപണിയിൽ അവൻ സീറോ ആയിരിക്കും. നെയ്ത്തുകാരൻ നെയ്ത്തുപണിയിൽ എന്തായിരിക്കും? ഹീറോ ആയിരിക്കും. തടിപ്പണിയിൽ അവൻ എന്താ? സീറോയാ. നിങ്ങളിങ്ങനെ നോക്കുന്നത്, പാസ്റ്റർ എല്ലാത്തിലും സീറോ ആയ ഒത്തിരി പേരുണ്ടല്ലോ. ഓരോരുത്തരും അവരവരുടെ ഫീൽഡിലാണ്. എന്ത് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാം. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ തീർന്നു. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് മാറും ഈ മീറ്റിംഗ്. കാരണം ഞാൻ പാടിയാൽ തീർന്നു. നിങ്ങളും പാടുപെടും, ഞാനും പാടുപെടും. ഈ ഷൈജു പാസ്റ്ററൊക്കെ ഇന്ന് പാടുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയാ. പക്ഷെ പുള്ളിയോട് വെച്ചാൽ പുള്ളി പറയാം, എൻ്റെ പൊന്നു മാസ്റ്ററെ പാടാനേ എന്നോട് പറയാവൂ. പക്ഷെ ബെസലേലിന്റെ പ്രത്യേകത, ഇവൻ സകലത്തിലും വിദഗ്ധനായിരുന്നു. അല്ലേ? ആണോ അല്ലയോ? സകലത്തിലും എന്ന് പറഞ്ഞ മെറ്റൽ വർക്കിന് തമ്പുരാൻ പറഞ്ഞു ബെസലേലിനെ നന്നെ വെച്ചാൽ മതി. 2 കൊയ്ത്ത് അവൻ നെയ്ത്ത് പണിക്ക് അവൻ മതിയെന്ന്. മഹാപുരോഹിതന്റെ വസ്ത്രം വരെ പുള്ളി എന്ത് ചെയ്താൽ മതി? എൻ്റെ കൂടെ ഉണ്ടോ? തടിപ്പണിയോ വേറെ ആരെയും നോക്കണ്ട ബെസലേലിനെ. കാരണം അവനെ വിശേഷ ജ്ഞാനം കൊണ്ട് നിറച്ചു. ഒരാമേൻ പറഞ്ഞേ. ഇനി ഒന്നുകൂടെ പറയാം. ആമേൻ, സ്തോത്രം. പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യേണ്ടതിന് ആലയത്തിലെത്തേണ്ട എണ്ണ അത് ഉണ്ടാക്കുന്നത് ഇവന്റെ തലമുറയാ. ഒരാമേൻ പറയണേ. ഞാൻ ചോദിച്ചു, കർത്താവെ ആർക്കും കൊടുക്കാത്തത് എല്ലാം കൂടെ എന്തിനാ ഇവന് കൊടുക്കുന്നേ? സ്വർഗം എന്നോട് പറഞ്ഞൊരു പദം ഞാൻ പറയാം. അതിന് കാരണം അതൊന്നും അല്ല. ഒറ്റ കാരണം. എടാ, ഒരു മനുഷ്യൻ, അവന്റെ പേര് മോശ, അവൻ പർവ്വതത്തിന്റെ മുകളിൽ, കുന്നിന്റെ മുകളിൽ കയറി ഇങ്ങനെ കൈനുവർത്ത് നിൽക്കയാ. ആമേൻ, സ്തോത്രം. ഇവൻ കൈനുവർത്ത് നിൽക്കുമ്പോൾ രഫീദീമിൽ ഇസ്രയേൽ ജയിക്കും. ഇടയ്ക്കിടയ്ക്ക് കൈ താക്കുമ്പോ ഇസ്രയേൽ പരാജയപ്പെടും. സ്തോത്രം. കൈ ഉയർന്നിരിക്കുമ്പോ ഇസ്രയേലിന് ജയം, കൈ താഴുമ്പോൾ ഇസ്രയേൽ തോക്കുന്നു. ഇങ്ങനെ കുറെ നേരം നോക്കിയപ്പോ എപ്പോഴാടാ ഈ തോൽവി നടക്കുന്നത് നോക്കിയപ്പോ മോശയുടെ കൈ താഴുമ്പോഴാ. എപ്പോഴാ മോശയുടെ കൈ താഴുന്നതെന്നറിയാമോ? മോശയുടെ കൈക്ക് ഭാരം തോന്നുമ്പോ. അസിസ്റ്റന്റ് പാസ്റ്ററായ അഹരോൻ ഓടി ഒരു കൈ താങ്ങിയതിൽ എനിക്ക് അത്ഭുതമില്ല. അസിസ്റ്റന്റ് പാസ്റ്ററായ അഹരോൻ ഓടി കൈ താങ്ങിയതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷെ ഹൂര് നോക്കിയപ്പോൾ സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ഒന്നുമില്ല. എന്റെ കൂടെ ഉണ്ടോ?
ഇതുപോലെ പ്രത്യേക ടാഗ് അവന്റെ കഴുത്തേലില്ല. പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി, ആ കൈ ഞാനൊന്ന് താങ്ങിയാൽ ഒരു ജനത്തിന് വിജയം ഉറപ്പാ. ഒരാമേൻ പറയണേ. മറ്റൊന്നും നോക്കിയില്ല, ആ മനുഷ്യൻ ഓടി മോശയുടെ കൈയുടെ അടിയിലേക്ക് കയറി. ആമേൻ. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. ആമേൻ. ഇന്നലെ നീ നിന്നത് മറക്കുന്നവനല്ല ഹൂരേ. നിന്റെ ദൈവം നിന്റെ തലമുറകളിൽ ഒരു ബസലേൽ കയറി വരും. മറ്റു പലർക്കും കൈമാറാത്തത് ഞാൻ അവന്റെ മേൽ കൈമാറും. കരമടിച്ചൊരാമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി വലിയൊരു ദൈവ സാന്നിധ്യം ഈ ഹോമൻ, ഈ പന്തലിൽ, ആമേൻ, ഈ ഗ്രൗണ്ടിൽ ചലിക്കട്ടെ. ഒരുമിച്ച് മറക്കുന്നവനല്ല ദൈവം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹൃദയരെ, മറക്കാത്ത ഒരു ദൈവത്തെ ഇന്നു രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഒരാമേൻ പറയാമോ? എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അവിടെ ഒരു പദം കിടപ്പുണ്ട്. തൈലമുണ്ടാക്കുന്ന, എണ്ണയുണ്ടാക്കുന്ന കണക്ക് പറഞ്ഞിട്ട് സ്വർഗം പറഞ്ഞു, വേറെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ പാളയത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. അർത്ഥം എന്താണെന്നറിയാമോ? എടാ, ദൈവസന്നിധിയിൽ ഒരു ചുമല് കൊടുത്തവൻ്റെ തലമുറയുടെ മേൽ അഭിഷേകത്തിൻ്റെ പേറ്റന്റ് സ്വർഗം എഴുതി. ഓ ജീസസ്. ഇന്ന് രാത്രി തലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നീ കെട്ടിപ്പൊക്കിയേക്കുന്ന ബിസിനസ് സാമ്രാജ്യം അല്ല. ഹലോ, നീ വിശ്വസിച്ചു കൊണ്ടിട്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് അല്ല. നിന്റെ ബുദ്ധിയിൽ നീ ബ്രോക്ക് ചെയ്യാൻ ആൾക്കാരെ കൊണ്ട് നിർത്തി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഷെയർ അല്ല. ഹലോ, TCS താഴോട്ടും മേളോട്ടും ഒക്കെ പോകും, നിനക്ക് ഗതി വരില്ല. തലമുറക്കൊരുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിക്ഷേപം അപ്പനും അമ്മയും നല്ല കാലം നോക്കി, ആമേൻ, സ്തോത്രം, അഭിഷേകമുള്ളവനോട് ചേർന്നു നിന്നാൽ. ഒരാമേൻ പറയണേ. ഓ ജീസസ്. എന്നോട് കൂടെ അതിനെ അംഗീകരിക്കുന്നവർ ആ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പോട്ട് വരട്ടെ. ഈ ഭവനം മറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എഴുതി ഇവളായിരുന്നു. ദൈവം മറക്കുന്നവനല്ല. ഈ വീട് ഇപ്പൊ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധി കൂടാ. ആണോ അല്ലയോ? ഭയങ്കര പ്രതിസന്ധി കൂടാ ഈ കുടുംബം കടന്നു പോകുന്നത്. 3 പ്രതിസന്ധികൾ ഞാനൊന്ന് വിളിച്ചു പറയാം. കുടുംബം കടന്നു പോകുന്ന പ്രതിസന്ധി. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ കൺവെൻഷന് പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന നിങ്ങളും, ഞങ്ങളുടെ ശബ്ദം ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഓൺലൈനിലായി കേൾക്കുന്നവരും, നിങ്ങളോട് പറയട്ടെ, പ്രശ്നമില്ലാത്തൊരു വീടുണ്ടോ? ഒരു പ്രശ്നമില്ല അനുഭവിക്കാത്ത ഒരു വീടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കണ്ട. എവിടെങ്കിലും ഒരു പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നം അനുഭവിച്ച ഒരു കുടുംബത്തെ അടുത്ത ചില നിമിഷങ്ങളിൽ ഞങ്ങൾ വരച്ചു കാണിക്കാൻ പോവാ. ആ വീടാ ബഥാനിയിലെ മറിയയുടെയും മാർത്തയുടെയും ഭവനം. അവിടുത്തെ 3 പ്രശ്നം. ഒന്ന് ശാരീരിക പ്രശ്നമാണ്. ശാരീരിക സ്ഥിതികൾ തകർന്ന ഒരു കുടുംബം. 2 മാനസികമാണ്. മാനസികമായി തകർന്ന ഒരു കുടുംബം. 3 സാമ്പത്തികമാണ്. സാമ്പത്തികമായി തകർന്ന ഒരു കുടുംബം. 3 പ്രതിസന്ധികൾ ഏതാ എന്ന് പറഞ്ഞേ. ഒന്നാമത്തേത് ഏതാ? ശാരീരികം. 2 മാനസികം. 3 സാമ്പത്തികം. ഈ 3 പ്രശ്നങ്ങൾക്കകത്തല്ലാതെ കൊണ്ടുവെക്കാൻ കഴിയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ മാനവ സമുദായത്തിനുണ്ടോ? ഇവിടുണ്ടോ? ശാരീരികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം, മാനസികമായി തകർന്ന ഒരു കുടുംബം, സാമ്പത്തികമായി തകർന്ന ഒരു കുടുംബം. ശാരീരികമായി എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? നിങ്ങൾ പറഞ്ഞേ. മരിക്കത്തക്ക ഒരു രോഗം. അവിടുത്തെ ഒരു സഹോദരന്, ലാസർ എന്ന ഒരുത്തന് ഒരു രോഗം.
അതാ ശരീരത്തിന്റെ പ്രശ്നം. രോഗം മൂർച്ഛിച്ചു, രോഗം കലശലായി, നോക്കാവുന്ന വഴികളെല്ലാം അവർ നോക്കി, രോഗത്തിന് ശമനമില്ല. അവസാന ശത്രു എന്നതുപോലെ മരണവും ആ വീട്ടിൽ വന്നു. ശാരീരികമായി തകർന്ന ഒരു കുടുംബം. ഇന്ന് രാത്രി ശാരീരികമായ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടോ? നിങ്ങൾക്കൊരു പരിഹാരം വിളിച്ചു പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ. എന്താ മാനസിക തകർച്ച? മാനസികമായുള്ള തകർച്ച 2-3 കാര്യം ഞാൻ പറയാം. ഒന്ന്, സൗഖ്യമാകാഞ്ഞതിൻ്റെ ഒരു വേദന മനസ്സിനുണ്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. നിസ്സാര ഒരു തലവേദന എന്നിരിക്കട്ടെ, ഒരു തലവേദന കൂടെ വരുവാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ? ഞാൻ മൈക്കിൽ കൂടെ വിളിച്ച് പറയുന്നില്ല, സംഭവം തലവേദനയാ. എൻ്റെ അവനിങ്ങനെ നടന്നൊക്കെ ഇങ്ങനെ വരുന്ന സമയം, ഇപ്പം അവന് 11 വയസ്സ്. നമ്മുടെ സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് ഇതും അതും ഡുവലായിട്ട് കേൾക്കുന്നു. ഇത് മാത്രം ഒന്ന് ആക്കി തന്നാൽ സന്തോഷമായിരുന്നു. അവനിങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പം കസാരെ കാലൊന്ന് തട്ടി വേദനിച്ചു. പിന്നെ മുമ്പോട്ട് ഇപ്പം മേശയെ കാലൊന്ന് തട്ടി വേദനിച്ചു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം കതകെ തട്ടി വീണ്ടും അവൻ്റെ കാല് വേദനിച്ചു. അവൻ ഇത് എന്നാ പണിയാ, എവിടെ പോയാലും അങ്ങ് 3 കാല് തട്ട് മതിയായിരുന്നു അവനെ മാനസികമായിട്ട്. അങ്ങനാണെങ്കിൽ ഇത്രയും നാൾ രോഗം അനുഭവിച്ച ആ കുടുംബത്തിൻ്റെ രോഗിയായൊരു സഹോദരനെ കൊണ്ട് അനുഭവിച്ച മാനസിക വ്യഥ എന്തായിരിക്കും? ഒരാമേൻ പറഞ്ഞേ. 2, അവിടെ മരണം നടന്നു. ഒരു വേർപാട് ഉളവാക്കുന്ന മാനസിക പ്രഷർ എത്ര! ഒരു വേർപാടെന്നും വേദനയല്ലേ? ആണോ അല്ലയോ? കഴിഞ്ഞ 1-2 മാസങ്ങൾക്കകത്ത് ഞങ്ങളുടെ കുടുംബം ഒരു വേർപാടിലൂടെ കടന്നുപോയി. എൻ്റെ ഭാര്യ മാതാവ്, എൻ്റെ മദറിൻലോ, വളരെ ആക്റ്റീവായിട്ട് ഓടി നടന്നയാളായിരുന്നു എൻ്റെ മമ്മി. മമ്മി ഉണ്ടെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങളൊന്നും വേറെ ആരും അറിയേണ്ട ആവശ്യമില്ല. വളരെ സാധാരണക്കാരായ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഒരു കർഷക കുടുംബമാണ്. അവിടെ 1-ലധികം പശുക്കൾ കാലിത്തൊഴുത്തിൽ നിൽക്കുന്നു. അല്പമല്ലാത്ത കൃഷി വീട്ടിലുണ്ട്. ഇതിനെല്ലാം ഓടി നടക്കുന്ന മമ്മിയാണ്. ഞങ്ങളൊക്കെ പലതവണ പറഞ്ഞു, മമ്മി ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 3 മക്കളുണ്ട്, 3 മക്കളും കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടു, ഇതിനൊന്നും ആവശ്യമില്ല. പക്ഷെ അവരുടെ ആഗ്രഹമാണ് മരണം വരെ എന്ത് ചെയ്യണം, മരിക്കണം. ഒരു ദിവസം പെട്ടെന്ന് BP അല്പം ഒന്ന് കൂടി, ഒരു സ്ട്രോക്ക് വന്നു. ഒരു വീട് മൊത്തം ഓടി നടന്നിരുന്ന ഞങ്ങളുടെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ വേർപാടിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം പൂർണ്ണമായി ഇന്നും പുറത്തു വന്നിട്ടില്ല. എൻ്റെ ഭാര്യ വളരെ തൻ്റെ ഇടമുള്ള ഒരു സഹോദരിയാണ്. സാഹചര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഒത്തിരി ബലമുള്ള. ശിവംബാസൊക്കെ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. എൻ്റെ മാതാവിൻ്റെ ശാരീരിക പ്രയാസ സമയത്ത് യത്രദാസൻ വണ്ടി ഓടിച്ച് അങ്ങ് റാന്നി വന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത്രയും തൻ്റെ ഇടമൊക്കെയുള്ള എൻ്റെ ഭാര്യ ഇപ്പോഴും രാത്രി നല്ലപോലെ ഉറങ്ങാറില്ല. കാരണം വേർപാടുണ്ടാക്കിയ ഒരു മാനസികമായ വേദനയാണ്. അതനുഭവിച്ചു. അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടോ? ഹലോ, ഒരു ബന്ധവും നമുക്ക് വലുതായിട്ട് ഇന്ന് തോന്നില്ല. പക്ഷെ തിരിച്ചറിഞ്ഞോണം, ഒരു ബന്ധത്തിനും പകരം വെക്കാൻ കഴിയില്ല. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ബന്ധത്തിനും പകരം വെക്കാൻ മറ്റൊരാളെ കൊണ്ട് കഴിയില്ല. മാനസികമായി ആ കുടുംബവും തകർന്നു. ഏക സഹോദരൻ മരിച്ചു. 3, മാനസികമായി വേദന വരാനൊരു കാരണം, തങ്ങളുടെ വേദനാഘട്ടത്തിൽ അവർ പ്രതീക്ഷിച്ച പലരും വന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ? അവർ പ്രതീക്ഷിച്ചു വിളിച്ച പലരും വന്നില്ല. ആരെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അതവിടെ നിൽക്കട്ടെ. പ്രതീക്ഷകൾ ദുഃഖങ്ങളിൽ
വേദന അധികമാക്കും. അതാ മാനസിക ദുഃഖം. ഇനി സാമ്പത്തിക ദുഃഖം എന്താ? സാമ്പത്തിക പ്രതിസന്ധി എന്താ? നിങ്ങൾ പറ, എന്താ പ്രതിസന്ധി? ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ രക്തസമക്കാരി സ്ത്രീയെ കുറിച്ച് കാണാം. അവളെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു വിശേഷണം ഇങ്ങനെ: വൈദ്യരാൽ ഏറിയൊന്നു സഹിച്ചവൾ, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാത്തവൾ. എൻ്റെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയാണ്, ഈ സഹോദരൻ ഈ ലാസറിനെയും കൊണ്ട് ഏതൊക്കെ വൈദ്യന്മാർക്ക് പോകാമോ അവിടെയൊക്കെ അവർ പോയി കാണും. 2 പെങ്ങന്മാർക്ക് ഒരാങ്ങളെയല്ലേ? സ്നേഹമില്ലാതിരിക്കുവോ? ഹലോ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പപ്പാടെ കുടുംബത്തിൽ ഒരു 3 ആൺപിള്ളേരാണ്, 2 ഉപ്പാപ്പന്മാർ, എല്ലാവർക്കും പെൺകുഞ്ഞുങ്ങളാണ്. ഈ 3 പേർക്കൂടെ ഒറ്റ ആൺതരി ഞാനാണ്. അതുകൊണ്ട് ഈ പെങ്ങന്മാർക്കെല്ലാം എന്നോട് എന്നാ സ്നേഹമെന്നറിയാമോ? ചിലരെന്നെ ഇങ്ങനെ നോക്കുന്നു, പാസ്റ്ററെ പെങ്ങന്മാർ കൂടിയതാ എൻ്റെ പ്രശ്നം. ഭയങ്കര സ്നേഹമാ. 2 പെങ്ങന്മാർക്കൊരാങ്ങളാ ലാസർ. എന്നാ സ്നേഹമായിരിക്കും. അവനെ കൊണ്ട് പോകാത്ത ഹോസ്പിറ്റലുകൾ കാണുമോ? അവനെ കൊണ്ട് എത്താൻ കഴിയാത്ത ഏതെങ്കിലും വൈദ്യന്മാർ കാണുമോ? എന്നാൽ മരണം വരെയായിട്ടും ഒട്ടും സുഖം വരാതെ തങ്ങൾക്കുള്ള സമ്പത്ത് മൊത്തം ഒരു പക്ഷേ അതിനുവേണ്ടി തീർത്ത സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നു പോകുന്ന 3 സാഹചര്യങ്ങൾ. സഹോദരങ്ങളെ, ഈ 3 സാഹചര്യത്തിലായിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയാൻ ചില സത്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഒരാമേൻ പറയാമോ? ശാരീരികമായി തകർന്ന നിങ്ങൾക്ക് ഒരു പരിഹാരകനെ ഞങ്ങൾ കാണിക്കാൻ പോകുകയാണ്. മാനസികമായി തകർന്ന നിങ്ങളുടെ മനസ്സിന്റെ കെട്ടിനെ അഴിക്കാൻ കഴിയുന്ന ഒരു പരിഹാരകനെ ഞങ്ങൾ വരച്ചു കാണിക്കാൻ പോകുകയാണ്. ഭൗതികമായി തകർന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ വിഷയത്തെയും അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാരകനെ ഈ ബ്ലസ് ഖണ്ഡലയ്ക്കകത്ത് ഞങ്ങൾ വരച്ചു കാണിക്കുകയാണ്. ഈ വീട്ടിലേക്ക് 2 ഗ്രൂപ്പുകൾ കടന്നു വന്നു. അതാ കുറിവാക്യം. കുറിവാക്യം എന്താ? ഒന്നുകൂടെ വായിക്കാമോ വേദഭാഗം? മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവിടെ അടുക്കൽ വന്നിരുന്നു. കണ്ടോ? ഒന്നാമത്തെ ഗ്രൂപ്പ് യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ഇവർ വേറെയാണെന്ന് അർത്ഥമില്ല. യഹൂദ മതാനുസാരികൾ അവിടെ എത്തി. മതം അവിടെ നിൽക്കട്ടെ, മതമല്ലല്ലോ പ്രശ്നം, മതം അവിടെ നിൽക്കട്ടെ. പക്ഷേ അവിടെ വന്ന ഒരു ഗ്രൂപ്പ്, ഇവരെ നമുക്ക് ഒരു വാക്ക് വിളിക്കാം, ആശ്വാസകർ എന്ന് പറഞ്ഞേ. ഇത് കൂടെ ഉണ്ടോ? നിങ്ങൾ ചേർന്ന് പറഞ്ഞേ, ആശ്വാസകർ. അവർ വന്ന എന്തിനു വേണ്ടിയാ? മറിയയും മാർത്തയെയും ആശ്വസിപ്പിക്കാൻ. ഇവരാരായിരിക്കാം? നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മൾ കാണുന്ന പല ആശ്വാസകരുമില്ലേ? സ്നേഹിതരാകാം, സുഹൃത്തുക്കളാകാം, നിങ്ങളുടെ കൂടപ്പിറപ്പുകളാകാം, നിങ്ങളെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവർ. ഇനി ഒരു ഭാഗം കൂടെ പറയാം, നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവരിൽ നല്ലൊരു ഭാഗവും നമ്മോട് കൂറുള്ളവരാണെങ്കിലും അല്ലാത്ത ചിലതും ആശ്വാസകരായി കോട്ടിട്ട് നമ്മുടെ കീഴിൽ നിൽക്കും. അത് മനസ്സിലാക്കിയവരുണ്ടോ? കിട്ടുന്ന പണി അടുത്ത് കാണാൻ കൂടെ വരുന്ന ആൾക്കാരെ പരിചയമുള്ളവരുണ്ടോ? അയ്യോ, നിങ്ങളുടെ ചിരി കാണുമ്പോൾ എനിക്കറിയാം ആർക്കൊക്കെയോ ഉണ്ട്. ഇതാണ് ആശ്വാസകർ. പ്രശ്നം 3: ഒന്ന് ശാരീരികം, ഒന്ന് മാനസികം, ഒന്ന് സാമ്പത്തികം. ഈ ആശ്വാസകരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? രോഗിയായി കിടക്കുമ്പോൾ ഒരു കൈസഹായം നൽകാൻ ഈ ആശ്വാസകർക്ക് പറ്റും. മാനസികമായി തകർന്നു നിൽക്കുമ്പോൾ ഒരു കൈത്താങ്ങാകാൻ ഇവരെ കൊണ്ട് പറ്റും. സാമ്പത്തികമായി തകർന്നിരിക്കുമ്പോൾ ഒരു കൈമടക്കാകാൻ ഇവരെ കൊണ്ട് പറ്റും, അല്ലേ? ഒരു കൈസഹായം, ഒരു കൈത്താങ്ങ്, ഒരു കൈമടക്ക്. ചേർന്ന് പറഞ്ഞേ, ഒരു കൈസഹായം, ഒരു പറഞ്ഞേ, ഒരു കൈസഹായം, ഒരു കൈത്താങ്ങ്, ഒരു കൈമടക്ക്. ഇത് 3 ആശ്വാസകരെ കൊണ്ട് കഴിയൂ. സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളുടെ പ്രതിസന്ധിയിൽ കൈത്താങ്ങാകാൻ വരുന്നവനെ അല്ല ഞാൻ വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കൈസഹായത്തിന് വരുന്ന
ആശ്വാസകരെ കുറിച്ചല്ല എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം. ഒരു കൈമടക്ക് തന്ന് നിന്നെ ഒഴിവാക്കുന്ന ഒരുവനല്ല ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ പ്രമേയം. ഈ 3 സഹായവും, കൈത്താങ്ങും, കൈസഹായവും, കൈമടക്കും തീരുന്നൊരു സ്ഥലമുണ്ട്. അതാ ശവകുടീരം. ഒരാമേൻ പറഞ്ഞേ. മരണം കൊണ്ട് ഈ ലോകം കാണിച്ച സകല കൈത്താങ്ങും തീരും. മരണം കൊണ്ട് നിനക്ക് ലഭ്യമായ സകല കൈസഹായങ്ങളും തീരും. മരണം കൊണ്ട് സകല കൈമടക്കുകളും ഉപയോഗമില്ലാതായി തീരും. മരണം അത് ഭയങ്കരമാണ്. മരണത്തെക്കുറിച്ച് പറഞ്ഞ പല പദങ്ങളുണ്ട്. രംഗബോധമില്ലാത്ത കോമാളിയെന്നും വിളിക്കാത്ത ക്ഷണിക്കാത്ത അതിഥിയെന്നും മരണത്തെക്കുറിച്ച് നാം എന്തെല്ലാം കേട്ടിരിക്കുന്നു. മരണത്തിനാണ് ആരോടും വകഭേദമില്ലാത്തത്. ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹൈന്ദവനെന്നോ നോക്കാതെ വീടുകൾ കയറുന്നവന്റെ പേരാണ് മരണം. നാം മരിക്കുമോ? ആരാ മരിക്കാത്ത? നമ്മേക്കാ മിടുക്കന്മാര് പലതും മരിച്ചല്ലോ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും പോയി. ഈ കാലചക്രത്തിന്റെ വിഭ്രമത്തിൽ അവരൊക്കെ അമർന്നുപോയി. പിന്നെ നമ്മളൊന്നും തൻ്റെ ഇടത്തോട് ഇരുന്നുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം പോകണം. വിതർക്കങ്ങളൊന്നുമേ ഫലപ്പെടാ. ഒരു കാര്യം കൂടെ മേരി ബെനീജ്ഞ, മേരി തോട്ടത്തിൽ എന്ന ആ കവിയത്രി എഴുതി, പിന്നെ തിരിച്ചു വരാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെയും നാം അതിർത്തിയിൽ ത്യജിക്കണം. മരണം, സഹോദരാ, നീയും മരിക്കും, നീയും മരിക്കും, ഞാനും മരിക്കും. പണ്ടൊക്കെ ശവപ്പെട്ടികളിൽ എഴുതി വെച്ചൊരു പദമുണ്ട്, ഇന്നു ഞാൻ നാളെ നീ. മരിക്കാത്തവരില്ല. കൈസഹായങ്ങളും കൈത്താങ്ങുകളും കൈമടക്കുകളും എല്ലാം നിശ്ചലമാകുന്ന മരണത്തിലൂടെ കടന്നു പോകാൻ കഴിയും. ഇന്ന് രാത്രി ഒരു പദം പറയട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ ആമേൻ സ്തോത്രം താളങ്ങളെ തെറ്റിക്കാൻ കഴിയുന്ന ഒരു വാക്ക് പറയാൻ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് മതി, ഒരു വൈദ്യന്റെ ഒരു കുറിപ്പ് മതി. ഒരു കുടുംബത്തിന്റെ താളം തെറ്റിക്കാൻ ആമേൻ സ്തോത്രം അകാല മൃത്യു ഒരു വീടിനകത്ത് കയറിയാൽ ആ കുടുംബത്തിന്റെ താളം തെറ്റും. മരണം കൊണ്ട് അവസാനിക്കുന്ന സകലത്തിലും ആശ്വാസകർക്ക് നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. മരണം കൊണ്ട് അവസാനിക്കുന്ന സകല സഹായങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ദൈവമക്കൾ പറയണം, അതെ, ആശ്വാസകരെ കുറിച്ച്, ആശ്വാസകരെ കൊണ്ട് നമുക്ക് ഗുണമില്ല. ചേർന്നൊന്ന് പറഞ്ഞേ, ആശ്വാസകനെ കൊണ്ട് നമുക്ക് ഗുണമില്ല. പറഞ്ഞേ, ആശ്വാസകരെ കൊണ്ട് നമുക്ക് ഗുണമില്ല. ഇന്ന് രാത്രി അടുത്ത അല്പനിമിഷങ്ങൾ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരാശ്വാസകനെ കുറിച്ചല്ല, പകരം ഒരു പരിഹാരകനെ കുറിച്ചാണ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? താൽക്കാലിക ആശ്വാസങ്ങൾ കൊണ്ട് നിന്നെ ഒതുക്കി വിടാതെ നിന്റെ പ്രതിസന്ധികളെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുന്ന ഇന്ന് രാത്രിയും ഞാനൊരു ദൈവാത്മാവിൽ പറയാം. ഇതൊരു പൊതുയോഗമായതുകൊണ്ടാണ് പ്രാവചനിക നിലവാരങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കാത്തത്. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് ദൈവാത്മ നിയോഗത്താൽ വിശ്വസിക്കുന്നവരോട് പറയാനൊരു ദൂതുണ്ട്. ചിലരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരു ശാശ്വത പരിഹാരം ഇന്നു രാത്രി നിങ്ങൾ ഈ ആമേൻ പ്രാർത്ഥനാ സ്ഥലം വിട്ട് മടങ്ങുന്നതിന് മുമ്പ് സ്വർഗത്തിന് ചെയ്യാനുണ്ട്. ഇന്നു രാത്രി ചില രോഗങ്ങളെ സൗഖ്യമാക്കാൻ, ചിലതിൻ്റെ മനസ്സിൻ്റെ തകർച്ചകളെ മാറ്റാൻ, ഇന്നു രാത്രി നീ കടന്നു പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കകത്തു നിന്ന് നിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരാത്മസാന്നിധ്യം ഇവിടെ ചലിക്കുന്നുണ്ട്. ഒരു പരിഹാരകനല്ല, സാക്ഷാൽ പരിഹാരകനായ ക്രിസ്തു ഇന്നു രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ വിടുതലിന് പ്രതീക്ഷയോടെ അല്പനിമിഷങ്ങൾ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച്, അരുമനാഥനെ, അടുത്ത നിമിഷങ്ങൾ എൻ്റെ വിടുതലിന്റെ നിമിഷങ്ങളാകണമെന്ന് വായ്കളെ തുറന്ന് അഭിഷേകം പ്രാപിച്ചവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ ആ ദൈവ സാന്നിധ്യത്തെ യേശുവിന്റെ നാമത്തിൽ രോഗത്തിന് യേശു പരിഹാരകൻ. കൂടെ ഉണ്ടോ നിങ്ങൾ? യേശുക്രിസ്തുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗമില്ല. അതറിയാമോ? ഹലോ, പല രോഗങ്ങളും ഇന്നും ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നേ ഉള്ളൂ.
അല്ലേ? പക്ഷെ യേശുനാഥന് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത രോഗമില്ല. സുവിശേഷങ്ങളിൽ സൗഖ്യദായകനായ ക്രിസ്തുവിനെ വരച്ചു കാണിച്ചിട്ടുണ്ട്. 1-2 ഭാഗങ്ങൾ ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞു വിടാം. തിമായിയുടെ മകനായ ബർത്തിമായി ഒരു കണ്ണുപൊട്ടനായിരുന്നു, എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവനായിരുന്നു. അവനിങ്ങനെ വഴിയരികിൽ ഇരിക്കുക, യേശു അതിലെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ മനുഷ്യനോട് നിലവിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് മനസ്സലിയണേ. ഉടനെ വോളണ്ടിയേഴ്സ് പറഞ്ഞു, മിണ്ടാതിരി, സാറ് ബിസിയാ. അങ്ങനല്ലേ? ഗുരു എന്താ തിരക്കി പോകയാ, മിണ്ടാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ യേശു നിന്നു. എന്നിട്ട് പറഞ്ഞു, അവനെ ഇങ്ങ് കൊണ്ടുവാ. 2 ദൂത് ഞാൻ പറയാം. റെക്കമെൻഡ് ചെയ്യാൻ ആളിനെ ആവശ്യമില്ലാത്ത സൗഖ്യമാക്കുന്ന ഒരു നാഥനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കമോൺ ഓ ജീസസ്, ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൈവസാന്നിധ്യം ഇവിടെ ചലിക്കുന്നുണ്ട്. റെക്കമെൻഡ് ചെയ്യാൻ ആളെ ആവശ്യമില്ലാത്ത, ഓ ജീസസ് കമോൺ, യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ആരാധിക്കുന്നവരുടെ മേൽ രോഗസൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ആരാധിക്കുന്നവരുടെ മേൽ അവസാന ഓൾട്ടർ കോൾ വരെ കാത്തു നിൽക്കാതെ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലേ? യേശുവിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ ആള് വേണ്ട. ഒരു പദം കൂടെ ഞാൻ പറയാം. നിന്റെ സൗഖ്യത്തിന്റെ സമയമായാൽ ഏത് പത്രോസ് വേണ്ടെന്ന് പറഞ്ഞാലും യേശു നിന്നിരിക്കും. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ നിന്റെ സൗഖ്യത്തിന്റെ സമയമായാൽ ഏത് പത്രോസ് തടഞ്ഞാലും നിന്റെ സൗഖ്യത്തിന്റെ സമയമായാൽ ദൈവാത്മാവ് നിന്നെ സൗഖ്യമാക്കിയിരിക്കും. ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാത്ത ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രി സൗഖ്യമാക്കുന്നു. എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, സൗഖ്യദായകനായ ക്രിസ്തു ഈ ഗ്രൗണ്ടിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. സൗഖ്യദായകനായ ക്രിസ്തുവിന്റെ ശക്തി ഈ ഗ്രൗണ്ടിന് ചുറ്റും ചലിക്കുന്നത് ഞാൻ വിശ്വാസത്താൽ കാണുകയാണ്. കരമടിച്ച് ദൈവജനം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ റെക്കമെൻഡേഷനുകൾ ആവശ്യമില്ലാതെ ആരൊക്കെ തടഞ്ഞാലും നിന്റെ രോഗസൗഖ്യവുമായി യേശു ഇറങ്ങി വരുന്നു. അങ്ങറ്റം വരെ രോഗസൗഖ്യം ഉണ്ടാകട്ടെ, അങ്ങറ്റം വരെ രോഗസൗഖ്യം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ താളത്തെ തെറ്റിച്ച ആ രോഗമേതാ അതിനെ സൗഖ്യമാക്കുന്ന ഒരു അരുമനാഥനുണ്ട്. ഹർത്തമാന വൈഡാരാജ ധീരാജാന റീഖാരാജ അന്തക്കടകം വൈഡകരച്ചം വൈഡകരത്വം ജന്തൽക്കം ധൂരച്ചാര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നു രാത്രി ആ ദൈവ സാന്നിധ്യം എത്ര പേർക്ക് കാണാൻ കഴിയുന്നുണ്ട്? മറ്റൊന്നും ചിന്തിക്കരുത്. ഇടത്തും വലത്തും ആരിയ്ക്കുന്നു എന്നുള്ളത് നിന്റെ വിഷയമല്ല. പകരം നിന്റെ മേൽ പാമൻ ചലിച്ചിറങ്ങുന്ന ഒരു രോഗസൗഖ്യത്തിന്റെ അസാധാരണമായ ശക്തിയുണ്ട്. അത് വേദിയിലും ചലിക്കും. ഇന്നു രാത്രി സൗഖ്യദായകനായ ക്രിസ്തുവിന്റെ നാമം ഒരുമിച്ച് ആരാധിക്കുക. രോഗസൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ജനത്തെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. അസാധാരണമായ സൗഖ്യത്തിന്റെ ശക്തി ഇന്നു രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ കാണുന്നു ദൂതന്മാർ ഇറങ്ങി നിന്ന് ചിലതിനെ സൗഖ്യമാക്കുന്ന. യേശുവിന്റെ നാമത്തിൽ ആത്മസാന്നിധ്യം ചലിക്കട്ടെ. ജനത്തിന്റെ മേൽ ആത്മപകർച്ചയുണ്ടാകട്ടെ. വിടുതലുകളുടെ ആരംഭങ്ങൾ സൗഖ്യമാകുക. ഒരുമിച്ച് ദൈവജനം ഇന്നു രാത്രി ആരാധിക്കട്ടെ. ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ രോഗികളെ ആത്മാവ് സ്പർശിക്കുന്നു. ധീരാജാന 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 ധീരാജാന
ധീരജാന ഹർത്താരാജ ഹന്തഘടകം വൈഡധാരം യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങളുടെ മേൽ ശക്തി ചലിക്കട്ടെ. ശരീരങ്ങളുടെ മേൽ ശക്തി ചലിക്കട്ടെ. ഇന്നു രാത്രി ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവവചനമാണ്. അതിന്റെ ശക്തി ഇന്നു രാത്രി ഇവിടെ ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങറ്റം വരെ രോഗസൗഖ്യമുണ്ടാകട്ടെ. അങ്ങറ്റം വരെ ആത്മാവ് ചിലതിനെ പിടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാത്ത ചിലതിനെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലേ? ഇന്നു രാത്രി യേശു അവൻ നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവനാണോ നീ? നിനക്ക് വേണ്ടി സംവദിക്കാൻ നിന്റെ കുടുംബത്തിൽ പോലും ആരുമില്ലേ? ഇന്നു രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിന്റെ സമീപേ ഇറങ്ങി നിൽക്കുന്ന യേശുനാഥൻ. ആരാധിക്കുക, ആരാധിക്കുക. യേശുനാഥന്റെ ശക്തിയെ ആത്മമണ്ഡലത്തിൽ പ്രതീക്ഷിക്കുക, ആരാധിക്കുക. ആത്മാവിൽ ഇന്നു രാത്രി കർത്താവേ ഈ ജനത്തിന്റെ മേൽ പകർന്നിറങ്ങുന്ന ദൈവിക സാന്നിധ്യങ്ങൾക്ക് ഇന്നു രാത്രി ഞങ്ങൾ ആമേൻ പറയുന്നു. ഞങ്ങളുടെ വാക്കുകൾക്കപ്പുറത്ത് ഒരാത്മസാന്നിധ്യം ചലിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകൾക്കപ്പുറത്ത് അസാധാരണമായ ഒരു ആത്മമണ്ഡലം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുനാഥന്റെ അടുക്കലേക്ക് ഓടി വരാൻ ഒരുത്തന്റെ മധ്യസ്ഥം വേണ്ട. എന്റെ യേശുനാഥന്റെ അടുക്കലേക്ക് ഓടി വരാൻ ആരുടെയും മധ്യസ്ഥം വേണ്ട. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം, അത് നസ്രയനായ ക്രിസ്തു. എന്റെ യേശു സൗഖ്യദായകൻ, എന്റെ യേശു സൗഖ്യദായകൻ, എന്റെ യേശു സൗഖ്യദായകൻ. ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിന്റെ അടുത്തൊരു തലം ആത്മാവ് തുറക്കുന്നു. അസാധാരണമാകും വിധം അവൻ ലോകത്തിൽ കാണത്തക്ക തരത്തിൽ ഇന്നു രാത്രി ജനത്തെ ആത്മാവ് സ്പർശിക്കുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്നു രാത്രി എഴുന്നേൽക്കണമെങ്കിൽ എഴുന്നേൽക്കാം. ഇന്നു രാത്രി നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്യാം. ഇന്നു രാത്രി കരങ്ങൾ അടിക്കണമെങ്കിൽ ദൂരചാരം ധീരഖണ്ഡം വർദ്ധഖണ്ഡം അന്ധഘടകം വൈരകരക്ഷം ധൂലകരക്ഷം. അഭിഷേകത്തിന്റെ ശക്തിയിലേക്ക് കടക്കാത്ത ആരെങ്കിലും ഇതിനകം തിരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണ ശക്തിയോടെ ഉണർവിന്റെ അടുത്ത ഒരു തലം ഈ തലസ്ഥാന നഗരിയിൽ കത്തി തുടങ്ങട്ടെ. UGMയുടെ വാർഷിക കൺവെൻഷൻ ഇന്നു രാത്രി ജീവിതങ്ങളുടെ ചരിത്രം തിരിയുന്നതാകട്ടെ. അർത്ഥഘട്ടം ധീരചാരം ധൂരഘട്ടം അന്ധബലച്ചം വൈഡകരച്ചം ധൂലകരച്ചം ധൂലകരാജ അടകം ധാര ധീരചാര അർത്ഥഘട്ടം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ,
യേശുവിന്റെ നാമത്തിൽ ശരീരം ആ സ്പർശനം മാറിയട്ടെ. റൈറ്റ് നൗ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ശരീരങ്ങളുടെ മേൽ, രോഗബാധിത മേഖലകളുടെ മേൽ, മനസ്സു തകർന്ന ചിലതിന്റെ മാനസിക നിലവാരത്തിന്റെ മേൽ, കൈവിട്ടുപോയ ഭൗതിക നിലവാരങ്ങളെ തിരിച്ചു പിടിക്കുന്ന ആ ദൈവ സാന്നിധ്യം സഹോദരങ്ങളെ, സമയം വളരെ മുമ്പോട്ട് പോയി. അവസാനിക്കേണ്ട സമയമാവുക. രോഗസൗഖ്യത്തിന് എൻ്റെ നാഥൻ ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട. മറ്റ് 2 പദം കൂടെ ചേർന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാനായി പോകുകയാ. എനിക്കൊരു കാര്യം അറിയാം, ഇന്ന് രാത്രി ചിലതിനെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മൊത്തം നിന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് യേശുനാഥനെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. 3 വിഷയം നമ്മൾ തൊട്ടേ. 1, രോഗികളെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. ആമേൻ. ഒരു കൈസഹായത്തിന് വരുന്നവനല്ല രോഗിയെ സൗഖ്യമാക്കുന്നവൻ. 2, മാനസികമായി തകർന്നവനെ യേശുവിന് സൗഖ്യമാക്കാൻ കഴിയും. ഒരു കൈത്താങ്ങാകാനല്ല, പൂർണ്ണ പരിഹാരം. 3, സാമ്പത്തികമായി തകർന്നവനെ, ഭൗതിക നിലവാരം കൈവിട്ടുപോയവനെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു കൈമടക്കാകാനല്ല, പകരം നിന്നെ ക്രിസ്തുവിൽ ചേർത്ത് നിർത്തി പണിയാൻ, നിന്റെ സകല ആവശ്യങ്ങളെയും ക്രിസ്തുവേശുവിൽ തീർത്തു തരാൻ കഴിയുന്ന ഒരുവൻ. ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ആത്മാവ് ചിലതിനെ തൊട്ട് കഴിഞ്ഞു, ഇനിയും തൊടും. ഒരു നിമിഷം ദിവസം എഴുന്നേറ്റ് നിന്നേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ 1-2 വാക്കുകൾ ഞാൻ പറയാം, അതിനുശേഷം മുമ്പോട്ട് വരിക. 1, ഇന്ന് വരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ ഗ്രൗണ്ടിലോ ഇതിന് ചുറ്റുമോ ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. കൈത്താങ്ങാകുന്ന, കൈസഹായമാകുന്ന, കൈമടക്ക് തരുന്ന ആശ്വാസകരെ കൊണ്ട് നിങ്ങൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകല്ലേ. പകരം സകലത്തിനും പരിഹാരം വരുത്തുന്ന സാക്ഷാൽ പരിഹാരകനായ ക്രിസ്തുവിലേക്ക് വരിക. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല, യേശുവിൻ്റെ നാമം ഒഴികെ. ആ നാമത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ മുമ്പിലേക്ക് ഓടി വന്നാട്ടെ. മാനസികമായി ഭാരം അനുഭവിക്കുന്നവരുണ്ടോ, നിങ്ങൾ മുമ്പിലേക്ക് ഓടി വന്നാട്ടെ. ആമേൻ. ജീവിതത്തിൽ ആമേൻ പ്രതീക്ഷകളില്ലാതെ തകർന്നു നിൽക്കുന്ന ചിലതുണ്ടോ, മുമ്പിലേക്ക് ഓടി വന്നാട്ടെ. അല്ല, ആത്മസാന്നിധ്യത്തിൻ്റെ അടുത്തൊരു തലം എനിക്ക് വേണം, പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ സ്പർശനം എനിക്കുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി മുമ്പോട്ട് വന്നാട്ടെ. പരിശുദ്ധാത്മാഭിഷേകം എനിക്ക് പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുമ്പോട്ട് വന്നാട്ടെ. കൃപാവരങ്ങളുടെ പകർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വന്നാട്ടെ.
ശ്രദ്ധിച്ചേ, ദൈവത്തിനു വേണ്ടി എനിക്ക് അധ്വാനിക്കണം, ശേഷമുള്ള കാലം ദൈവിക വേലയിൽ എനിക്ക് നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുൻപോട്ട് വന്നാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ദാസന്മാർ 1-2 വരികൾ യേശു വിളിക്കുന്നു എന്നുള്ള പാട്ടുകൾ പാടുമ്പോൾ ഈ സമൂഹത്തിനകത്ത് നിന്ന് പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവർ ദയവായി മുൻപോട്ട് വന്നാട്ടെ. ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോകുകയാണ്. വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്നവർ ദയവായി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വരുവാൻ ഓർമ്മിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആശ്വാസം നൽകിയിടും ആശ്വാസം നൽകിയിടും യേശുവേ നോക്കിയ എണ്ണമില്ലാതെ നൽകിയിടും യേശുവേ നോക്കിയ എണ്ണമില്ലാതെ നൽകിയിടും യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു ആ വാക്കുകൾ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കട്ടെ. സ്നേഹമോടെ തൻ കരങ്ങൾ യേശുവിന്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വൈശാലിക തലങ്ങൾ ഉടയട്ടെ. സ്നേഹമോടെ തൻ കരങ്ങൾ യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ യേശു വിളിക്കുന്നു. വിശുദ്ധാത്മാവിനോടൊരു പദം പറഞ്ഞു. നീ വല്ലാതെ തകർന്ന ഇന്ന് രാത്രി ഈ കൺവെൻഷൻ പന്തലിരിക്കുന്നേ. നമ്മുടെ പരിശുദ്ധാത്മാവ് ഒരു പദം പറയുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ ആ വേദനയുണ്ടല്ലോ, ആത്മാവ് പിഴുതെടുക്കും.
നീ കുറെ നാളായിട്ട് അത് കൊണ്ട് നടക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി യേശു വിളിക്കുന്നത്, സ്നേഹമേറുന്ന ആ കരം നീട്ടി നിന്നെ വിളിക്കുന്നത് നിന്റെ കണ്ണുനീര് തുടയ്ക്കാനാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് അങ്ങനെ പറയുന്നു. കഴിഞ്ഞ 7 വർഷമായി നീ കൊണ്ട് നടക്കുന്ന കണ്ണുനീരുകൾ ഇന്ന് രാത്രി ആത്മാവ് തുടയ്ക്കുന്നു. ഒരു വലിയ ശൂന്യതയെ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് എടുത്തു മാറ്റുന്നത് പോലെ നിന്റെ കണ്ണുനീരുകൾ ആ ദൂതിന്റെ തെളിവാണ്. എന്നോട് ആത്മാവ് അങ്ങനെ പറയുന്നു, ഞാനതിനെ എടുത്തു മാറ്റുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ സഹോദരനെ നോക്കിക്കേ, ഈ സിസ്റ്ററിനെ നോക്കിക്കേ. പരിശുദ്ധാത്മാവിനോട് പദം പറയുന്നു, നിന്നോട് ആരാ പറഞ്ഞ നീ ആരുമില്ലാത്തവളാണെന്ന്? നിന്നോട് ആരാ പറഞ്ഞ്? അത് പിശാച് നിന്നോട് പറഞ്ഞ ഒരു വ്യാജമാണ്. അത് പിശാച് നിന്നോട് പറഞ്ഞ ഒരു വ്യാജമാണ്. ദൈവാത്മാവിനോട് പറയുന്നു, നീ ആരുമില്ലാത്തവളല്ല. അല്ല അല്ല അല്ല. നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നിനക്ക് ചുറ്റും ദൂതന്മാരെ കൽപ്പിച്ചാക്കി നിന്റെ വഴികളിൽ മൊത്തം നിന്നെ കാത്ത് നീ തകരാൻ സാധ്യതയുള്ള സകലത്തിനെയും ആമൻ തട്ടിമാറ്റി. നിനക്ക് വാക്ക് തന്ന പലതും വാക്ക് മാറിയപ്പോഴും നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു അരുമനാഥന്റെ സ്നേഹത്തെ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് പറയുന്നു, സഹോദരി, ഇനി നീ കരയരുത്. നിന്റെ കണ്ണുനീരിനെ ആമൻ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ഇന്ന് രാത്രി ചലിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണുനീരെല്ലാം അകറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്നു രാത്രി ചലിക്കുന്നുണ്ട്. ചേർന്ന് പറഞ്ഞ്, കണ്ണീരെല്ലാം